പ്രൈസ് ദ ലോർഡ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം വരെ ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടങ്ങളിൽ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുടെ പ്രവചന ഭാഗമാണ് എന്ന് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു തുടങ്ങി. അതായത് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നാം കാണാൻ പോകുന്നത്. എതിർ ക്രിസ്തു ആരാണ്? എതിർ ക്രിസ്തു എന്ന കോൺസെപ്റ്റ്, ചിന്താഗതി എന്താണ്? എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു? എതിർ ക്രിസ്തു എന്തൊക്കെ പ്രവർത്തിക്കും? എതിർ ക്രിസ്തു എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി ധാരാളം പഠനങ്ങൾ നമുക്ക് ലോകത്തിൽ ഇതിനോടകം ലഭ്യമായിട്ടുണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം വളരെയധികം പ്രസംഗിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് എതിർ ക്രിസ്തു എന്ന വിഷയം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്കൊരു പക്ഷെങ്കിൽ അല്പം ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നാവുന്ന, അല്ലെ നമ്മളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന അനേക കാര്യങ്ങളിൽ ഒന്ന്, ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മറഞ്ഞിരുന്നിട്ട് ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വരുന്ന പുതിയ ആശയങ്ങൾ എന്നുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യേകതകളിലൊന്ന് അതിൻ്റെ പ്രോഗ്രസീവ് റെവലേഷൻ എന്നുള്ളതാണ്. പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് മറഞ്ഞിരുന്നിട്ട് മറ്റൊരു കാലഘട്ടത്തിന് അത് വെളിവായി വരിക എന്നുള്ളതാണ്. അപ്പോൾ വേദപുസ്തകം നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ എഴുതപ്പെട്ട സമയത്ത് തന്നെ ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള വിശദീകരണം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് സ്വർഗത്തെപ്പറ്റിയുള്ള പഴയ നിയമ വിശുദ്ധന്മാരുടെ ചിന്തകൾ. നാം പഴയ നിയമം മുഴുവൻ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഈ ഭൂമിയിൽ അധിഷ്ഠിതമായ അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ്. നീ കുഴിക്കാത്ത കിണർ, നീ പണിതിട്ടില്ലാത്ത ഭവനം, നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവിടെ പഴയ നിയമ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ അവർ മരിച്ച മരണാനന്തരം സ്വർഗത്തിൽ പോകത്തില്ലയോ? നിശ്ചയമായ ഒരു സ്വർഗത്തിൽ പോകും, അതിലെനിക്ക് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്ന ആർക്കും അതിനെപ്പറ്റി സംശയമില്ല. പക്ഷേങ്കിൽ പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളെപ്പറ്റി, അനുഗ്രഹങ്ങളെപ്പറ്റി വായിക്കുന്നിടത്തൊന്നും മരണാനന്തരമുള്ള സ്വർഗം അല്ല അവിടെ വാഗ്ദത്തമായി കാണുന്നത്, മറിച്ച് ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് സ്വർഗം അവർക്കില്ല എന്ന് അർത്ഥമില്ല. അപ്പോൾ സ്വർഗത്തെപ്പറ്റി ഇന്ന് നമുക്കറിയാവുന്നതുപോലെ, അല്ലെ സ്വർഗത്തെപ്പറ്റി ഇന്ന് നാം പ്രത്യാശിക്കുന്നത് പോലെ സ്വർഗത്തിൽ പ്രത്യാശ വെച്ചല്ലായിരുന്നു ഭൂമിയിൽ പഴയ നിയമ ഇസ്രായേൽ മക്കൾ ആയിരുന്നത്. അതുകൊണ്ട് സ്വർഗമില്ല എന്നല്ലതിനർത്ഥം. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്ത കാലത്തും കർത്താവിന് ശേഷം അപ്പോസ്തലന്മാരുടെ കാലത്തും ഭൂമിയിൽ നിലനിന്നിരുന്ന വളരെ മ്ലേച്ഛമായ അനാചാരങ്ങളിലൊന്നായിരുന്നു അടിമത്വം എന്നുള്ളത്. മനുഷ്യനെ മൃഗങ്ങളെപ്പോലെ വാങ്ങുകയും മൃഗങ്ങളെപ്പോലെ ഉപയോഗിക്കുകയും മൃഗങ്ങളെപ്പോലെ അവനെ വിൽക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. ഈ സമ്പ്രദായത്തിനെതിരായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു നല്ല ഭാഗവും അക്കാലത്ത് നിലനിന്നിരുന്ന അനേക സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. എങ്കിലും അടിമത്വം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഇനി കർത്താവിന് ശേഷം ശുശ്രൂഷ തുടരുന്ന അപ്പോസ്തലന്മാരുടെ കാലത്ത് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറയുന്നത്, നീ ദാസനായി വിളിക്കപ്പെട്ടു എങ്കിൽ സ്വതന്ത്രൻ ആകാൻ ഇച്ഛിക്കരുത്. സാധാരണ ദാസന്മാർ തങ്ങളുടെ യജമാനന്മാരെ സേവിക്കുന്നതിനെക്കാട്ടിൽ കുറെ കൂടെ മെച്ചമായ രീതിയിൽ നീ കൂട്ടുവിശ്വാസിയായ നിൻ്റെ യജമാനനെ സേവിക്കണം.
ഇവിടെ വ്യക്തമായും അടിമത്വത്തിന്, ദാസ്യത്വത്തിന് അനുകൂലമായൊരു നിലപാട് ആണ് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമോ, ഇന്നേക്ക് 204 വർഷങ്ങൾക്ക് മുൻപ്, 204 വർഷമായി എന്നാണ് എൻ്റെ വിശ്വാസം, അടിമത്വം നിർത്തലാക്കുമ്പോൾ, നിയമമുഖേന നിർത്തലാക്കുമ്പോൾ, അടിമത്വം നിർത്തലാക്കുന്നതിനുള്ള താത്വികമായ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ നസറേത്ത് മാനിഫെസ്റ്റോ, നമ്മുടെ കർത്താവ് ആദ്യമായി നസറേത്തിൽ വന്ന് പ്രസംഗിച്ച അന്യായ ബന്ധനങ്ങളെ അറുത്ത് കളയുക എന്നുള്ള കർത്താവിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് അടിമത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തേജനം അതിൻ്റെ അന്നത്തെ സാമൂഹിക പ്രവർത്തനം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിന് ആ മെസ്സേജ്, ആ സന്ദേശം മറഞ്ഞിരിക്കുകയും മറ്റൊരു കാലഘട്ടത്തിന് അതിൻ്റെ പൊരുൾ തിരിച്ച് ലഭിക്കുകയും ചെയ്യുക എന്നുള്ള വേദപുസ്തകത്തിൻ്റെ രീതിക്കാണ് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യം വിശദമായി ഇത്രയും പറയാനുള്ള കാരണം, എതിർ ക്രിസ്തുവിനെ പറ്റി ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 50 വർഷങ്ങളായി ലോകം എമ്പാടും പ്രവചന പഠിതാക്കളും പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങളും വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും കേട്ടും ഗ്രഹിപ്പിച്ചും ഇരിക്കുന്നതായ കാര്യങ്ങൾ, അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ദിശയിൽ എതിർ ക്രിസ്തുവിനെ പറ്റി പറയുന്നതിനാണ് ഈ ക്ലാസ്സുകളിൽ ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വളരെ ചുരുക്കമായി പറഞ്ഞാൽ, എതിർ ക്രിസ്തുവിനെ പറ്റി ഇപ്പോൾ ഉള്ള കൂടുതൽ പഠനങ്ങളിലും അവർ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ യൂറോപ്യൻ യൂണിയനിലെ 10 അംഗരാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ആ 10 അംഗരാജ്യങ്ങളുടെ നേതാവായ ഒരാൾ ലോകത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി വരും എന്നുള്ള നമ്മുടെ ഇതുവരെയുള്ള പഠിപ്പിക്കലുകൾ, ആ പഠിപ്പിക്കലുകളിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു ദിശയിലാണ് എതിർ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന് ഈ ക്ലാസ്സുകളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ചരിത്രത്തിൻ്റെ പിൻബലവും വേദപുസ്തകത്തിൻ്റെ ആധാരവുമാണ് നമുക്കുള്ളത്. ഒന്ന്, ചരിത്രം അതിനെപ്പറ്റി എന്ത് പറയുന്നു, ലോകചരിത്രം അതിനെപ്പറ്റി എന്ത് പറയുന്നു, പൂർവ്വകാല ചരിത്രങ്ങളും ആനുകാലിക സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക രാഷ്ട്രസ്ഥിതിയും ലോകരാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ ഗതിയും വേദപുസ്തകത്തിൽ അതിലുള്ള അടിസ്ഥാനം, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ശോധന ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം വിശദീകരിക്കാൻ കഴിയത്തില്ല. അത് കേൾക്കുന്ന ആളുകൾക്ക് ആകാം എൻ്റെ അധികമായ വിശദീകരണമില്ലാതെ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ എതിർ ക്രിസ്തുവിനെ പറ്റി ഉള്ള ചില ക്ലാസ്സുകൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഈ ക്ലാസ്സുകളിൽ എതിർ ക്രിസ്തുവിനെ പറ്റിയുള്ള എൻ്റെ പരാമർശം കഴിഞ്ഞ അരനൂറ്റാണ്ടായി വേദപുസ്തക ലോകം, അല്ലെ പ്രവചന വ്യാഖ്യാന ലോകം അറിഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വേദപുസ്തകത്തിലെ അടിസ്ഥാനമുള്ളൂ. വേദപുസ്തകത്തിന് പുറത്ത് ഒരടിസ്ഥാനമുള്ള ചരിത്രത്തിലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പക്ഷേ റെഫർ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ തരുവാൻ എനിക്ക് കഴിയുന്നതല്ല. എതിർ ക്രിസ്തു എന്ന വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. എതിർ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വ്യാഖ്യാനിച്ച് നിർത്തി. എതിർ ക്രിസ്തുവിൻ്റെ 7ാമത്തെ പ്രത്യേകത പറഞ്ഞ് അവൻ കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോകുമെന്നാണ്. അപ്പോൾ കർത്താവിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ 4 കാര്യങ്ങൾ നാം ചിന്തിച്ച് നോക്കണം. ഒന്നാമത്തെ കാര്യം, അവൻ കർത്താവിനോട് എതിർക്കുമെന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്തിൻ്റെ തൃത്വത്തോട് എതിർ ക്രിസ്തു എതിരാണ്. ഹീസ് അഗൻസ്റ്റ് ദ ട്രിനിറ്റി ഓഫ് ഗോഡ്. രണ്ടാമത്തേത്, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന കാര്യം. ജീസസ് ക്രൈസ്റ്റ് ബീങ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു വന്നു എന്നുള്ള വേദപുസ്തകത്തിൻ്റെ പഠിപ്പീരനും എതിർ ക്രിസ്തു എതിര്. 2 കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തേത്,
എതിർ ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് എതിരാണ്. ഈസ് അഗൻസ്റ്റ് ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്. നാലാമത്തെ കാര്യം, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള വേദപുസ്തകത്തിൻ്റെ പഠിപ്പീലിനും എതിർ ക്രിസ്തു എതിരാണ്. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന കോൺസെപ്റ്റിലൂടെ, എന്ന ചിന്താധരണിയിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ദൈവത്തെപ്പറ്റി പറയുമ്പോൾ ദൈവത്തിന് തൃത്വമുണ്ട്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധ ആത്മാവായ ദൈവവും. ഇതുപോലെ എതിർ ക്രിസ്തുവിലും എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, സാത്താൻ, ഈ 3 തൃത്വങ്ങളുമുണ്ട്. അപ്പോൾ ദൈവത്തിന് തൃത്വമുള്ളതുപോലെ എതിർ ക്രിസ്തുവിനും തൃത്വമുണ്ട്. എതിർ ക്രിസ്തു ക്രിസ്തുവിനോട് എതിര് നിൽക്കുന്നു. ക്രിസ്തു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ അതിനൊക്കെ എതിരായിരിക്കും എതിർ ക്രിസ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സത്യവാനാണ്, ഇനിയും ഞാൻ സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് ശേഷം വേറൊരുത്തൻ വരും, അവൻ്റെ സ്ഥിതി എന്താണ്? അവൻ ഭോഷ്ക് പറയുന്നതിനും അതിൻ്റെ അപ്പനുമാണ്. ഹി ഈസ് നോട്ട് ഓൺലി എ ലയർ ബട്ട് ദ ഫാദർ ഓഫ് ലൈസ്. ഭോഷ്കിൻ്റെ അപ്പനുമാണ്. അപ്പോൾ ക്രിസ്തു എന്തിനൊക്കെ വേണ്ടി നിൽക്കുന്നോ അതിനൊക്കെ എതിരായിരിക്കും എതിർ ക്രിസ്തു. അടുത്തത്, എതിർ ക്രിസ്തു ക്രിസ്തുവിനെതിരായി നിൽക്കുക മാത്രമല്ല, എതിർ ക്രിസ്തുവിൻ്റേതായ ചില പ്രവർത്തന പദ്ധതികളുമുണ്ട്. അവ 2 രീതിയിൽ എതിർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒന്ന്, ക്രിസ്തുവിനവനെതിരാണ്. ക്രിസ്തു ഏതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്നോ അതിനൊക്കെ അവനെതിരാണ്. 2, എതിർ ക്രിസ്തുവിൻ്റേതായ പ്രവർത്തന പദ്ധതികളുമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നാം എതിർ ക്രിസ്തുവിനെ പറ്റിയുള്ള നമ്മുടെ പഠനം തുടങ്ങേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞത് എതിർ ക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ദൈവത്തിൻ്റെ തൃത്വത്തിന് എതിരാണ് എന്നാണ്. എതിർ ക്രിസ്തുവാൻ എതിരാണ് എന്ന് സ്ഥാപിക്കുന്നതിന് മുൻപ് വേദപുസ്തകമാണ് അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ് നാം വായിക്കേണ്ടത്. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ തൃത്വത്തെപ്പറ്റിയും വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് അതിന് ഏറ്റവും പ്രബലമായും വ്യക്തമായും നാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ബാബിലോൺ എന്ന ആത്മീയ വേശ്യയോട് മറുപടി പറയുന്ന, വാദിക്കുന്ന ദൈവത്തിൻ്റെ വാദമുഖങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരധ്യായമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം. അവിടെ ദൈവം പറയുകയാണ്, ആദ്യം മുതൽ ഞാനുണ്ട്. അവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുത്രനായ ക്രിസ്തു. അടുത്ത് നോക്കിയേ, അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും. ഞാൻ എന്ന് പറഞ്ഞ് പുത്രനായ ക്രിസ്തു. അടുത്തത് യഹോവയായ കർത്താവ് എന്ന് പറഞ്ഞ് പിതാവായ ദൈവം. 3, തൻ്റെ ആത്മാവിനെയും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവായ ദൈവം. ഓക്കെ, ദൈവം തൻ്റെ പ്രതിയോഗിയോട് പ്രതിവാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ തൃത്വത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പിതൃപുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം ഒരുമിച്ച് ദൈവത്തിനു വേണ്ടി തൻ്റെ പ്രതിയോഗിയോട് പ്രതിവാദിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവവും ഉണ്ട്. അപ്പം ഇത് 3 ഉണ്ട്. എന്ന് മുതലുണ്ടെന്ന് ഒരുപക്ഷെങ്കിൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കാവുന്നത് പോലെ പിതാവായ ദൈവം കുറച്ച് നാളായപ്പം പോയി കല്യാണം കഴിച്ചു, ഒരു പുത്രനുണ്ടായി, അതാണ് പുത്രനായ യേശു ക്രിസ്തു എന്നൊന്നും ചിന്തിച്ച് കളയരുത്. പറയുകയാണ്, പ്രവൃത്തിയുടെ ആദ്യം മുതൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധ ആത്മാവായ ദൈവവും ഉണ്ട്. ഇത് 3 ഉണ്ട് ആരംഭം മുതൽ.
അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഈ തൃത്വത്തിന് എതിര് പറയുന്ന ആളുകളുണ്ട്. ആരാണ് ഈ തൃത്വത്തിന് എതിര് പറയുന്ന ആളുകൾ? നമുക്ക് യോഹന്നാൻ്റെ ലേഖനങ്ങളിലേക്ക് വരാം. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ്. ആ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും അസ്തിത്വത്തിനെതിരായി സംസാരിക്കുന്നതാണ് എതിർ ക്രിസ്തു. ഇത് വായിക്കുമ്പോഴും നാം ചിന്തിക്കാൻ സാധ്യതയുള്ളത്, അവരിപ്പോഴില്ലല്ലോ, ഈ ക്ലാസ് അനുസരിച്ചാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് കഴിഞ്ഞ് മാത്രമേ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യത്തുള്ളല്ലോ എന്ന്. എതിർ ക്രിസ്തു അതിനുശേഷമേ അക്ഷരീകമായി ശാരീരികമായി പ്രത്യക്ഷമായി രംഗപ്രവേശനം ചെയ്യുകയുള്ളൂ. എന്നാൽ വേദപുസ്തകം അല്പം കൂടെ വ്യക്തമായി പഠിച്ചു കഴിയുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, 1 യോഹന്നാൻ്റെ ലേഖനം 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു മാനുഷികമായി ശാരീരികമായി അക്ഷരീകമായി ഈ ലോകത്തിൽ ഇപ്പോഴില്ല. പക്ഷേ യേശു ക്രിസ്തു ഈ ലോകത്തുണ്ട്. കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. അതെൻ്റെ ആത്മീയ സാന്നിധ്യമാണ്. ഇതുപോലെ എതിർ ക്രിസ്തു ശാരീരികമായി അക്ഷരീകമായി ദൃശ്യമായി ഈ ലോകത്തിൽ ഇന്നില്ല. പക്ഷേ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഈ ലോകത്തിലുണ്ട്. എപ്പോൾ തന്നെയെന്ന് യോഹന്നാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അന്ന് തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ ഉണ്ട് എന്ന്. ഇനി നോക്കി 2 യോഹന്നാൻ്റെ ലേഖനം 7-ാമത്തെ വാക്യത്തിൽ, അതിനൊരു അധ്യായമാണല്ലോ പറയുന്നത്, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. എങ്ങനെയുള്ളവൻ? യേശുക്രിസ്തുവിനെ ജഡത്തിൽ വെളിപ്പെട്ടവനെന്ന് വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എതിർ ക്രിസ്തുവിനെ പറ്റി നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പഠിപ്പീരുകളിൽ അല്ലെങ്കിൽ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ വാദമുഖങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വാദമുഖങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് നോക്കണം. ചിലരറിയാതെ പറഞ്ഞു പോകുന്നത് പോലെ റോമൻ കത്തോലിക്ക സഭയുടെ ഇനി ഒരു കാലത്തുണ്ടാകാൻ പോകുന്ന ബിഷപ്പ് പോപ്പ് ആയിരിക്കും എതിർ ക്രിസ്തു എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ തൃത്വത്തിനെതിരായുള്ള പഠിപ്പീര് റോമൻ കാത്തോലിക്ക സഭയിൽ ഇന്നില്ല. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഏത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെതിരായി, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിനെതിരായി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനെതിരായി പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2000 വർഷമായി വ്യാപരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ റോമൻ കാത്തോലിക്ക സഭയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എപ്പിസ്കോപ്പൽ സഭയുടെയോ പഠിപ്പിക്കലുകൾ എടുത്താൽ അവർ യേശുക്രിസ്തു ദൈവമല്ലെന്നും യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചിട്ടില്ലെന്നും യേശുക്രിസ്തു ജഡത്തിൽ അവതരിപ്പിച്ച ദൈവപുത്രനല്ലെന്നും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നും പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു കന്യകയിൽ ജനിച്ച ദൈവപുത്രനാണെന്നും ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്നും
അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നും അവൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ രക്ഷയുണ്ടെന്നും ആണ് ഈ എല്ലാ സഭകളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിലവിലിരിക്കുന്ന ഏതെങ്കിലും സഭയുടെ, പ്രബലമായ സഭയുടെ നേതാവായിട്ട് എതിർ ക്രിസ്തു വരും എന്ന് നാം ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം, യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്ന ആത്മാവ് ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. അത് നമുക്ക് കുറേ കൂടെ വ്യക്തമായി വായിക്കുന്നത് 2 തെസ്സലോനിക്ക ലേഖനമാണ്. 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ അനേക പ്രത്യേകതകൾ നാം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നോക്കി, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എതിർ ക്രിസ്തുവിൻ്റെ 2 പേരുകൾ. ഒന്ന്, അവൻ നാശയോഗ്യനാണ്. എവിടെയെല്ലാം നാശം വിതയ്ക്കാം അവിടെല്ലാം നാശം വിതയ്ക്കും എന്നുള്ളതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങൾ. 1. 2, അധർമ്മത്തിൻ്റെ മൂർത്തിയാണവൻ. എന്ന് പറഞ്ഞാൽ എത്രയും അധർമ്മം മനുഷ്യന് ചെയ്യാൻ കഴിയുമോ അതിൻ്റെ മാക്സിമം, അതിൻ്റെ അങ്ങേയറ്റം മനുഷ്യൻ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ചെയ്തിരിക്കും. അപ്പം അതുകൊണ്ടാണ് നാശയോഗ്യനോ അധർമ്മമൂർത്തിയുമായവെന്ന് പറയുന്നത്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ ഉള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ്റെ അടുത്ത സ്വഭാവം നോക്കുകയും അവൻ ദൈവാലയത്തിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ യെരുശലേമിൽ ദേവാലയമില്ല, യെരുശലേമിൽ ദേവാലയം പണിയപ്പെടും. ആ ദേവാലയത്തിൽ അവനാണ് ദൈവം എന്ന് പറഞ്ഞ് തന്നെത്താൻ ഉയർത്തി അവൻ ദേവാലയത്തിൽ വരും. ഇനിയും ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിനെ പറ്റിയുള്ള മർമ്മം. അത് നാം ശോധന ചെയ്തറിയേണ്ടതുകൊണ്ടാണ് മർമ്മമെന്ന് പറയുന്നത്. അതിപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായ വ്യത്യസ്തമായ പഠിപ്പീരുകളിൽ ഏത് പഠിപ്പീരാണ് യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തിന്, യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിന്, യേശുക്രിസ്തുവിൻ്റെ തൃത്വത്തിന്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന്, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് എതിരെ നിൽക്കുന്നത്? അങ്ങനെയുള്ള പഠിപ്പീരുകൾ അത് എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരമാണ്. അവിടെ നിന്നാണ് എതിർ ക്രിസ്തു വരേണ്ടത്. അങ്ങനെയുള്ള പഠിപ്പിക്കലില്ലാത്ത ആളുകളിൽ നിന്ന് എതിർ ക്രിസ്തു വരും എന്ന് നാം ചിന്തിച്ചു പോകരുത്. അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പഠിപ്പീര് അത് വളരെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിനേ സാധ്യതയുള്ളൂ. ഇനി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊണ്ടുവരുമെന്നാണ്. ലോകം മുഴുവൻ ഇന്ന് അടയാളങ്ങളുടെ, അത്ഭുതങ്ങളുടെ പുറകെ പോവുകയാണ്. ആ ഭാഗം വിശദീകരിക്കുന്നതിന് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മുൻപോട്ട് പോകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി മാത്രമല്ല, എതിർ ക്രിസ്തുവിൻ്റെ അടുത്ത ഒരു രീതി, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നതിന് ശ്രമിക്കും എന്നാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ നോക്കിയും സമയത്തെ നിയമത്തെയും മാറ്റുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിലവിൽ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നതായ ചില സമയവ്യവസ്ഥകളും കലണ്ടറുകളുമുണ്ട്. അതിനെ മുഴുവനും മാറ്റിമറിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എതിർ ക്രിസ്തുവിൻ്റെ വേറൊരു രീതി. ഇനി അതിനേക്കാൾ അപകടകരമായ ഒന്ന്, ദാനിയേൽ പ്രവചനം
11-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കുകയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. സ്ത്രീകളുടെ ഇഷ്ടദേവനെ കൂട്ടാക്കുകയില്ല എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ എഴുതിയപ്പോൾ വന്ന പരിഭാഷ തെറ്റാണ്. He does not care or he doesn't honor the desire of women എന്നാണ്. സ്ത്രീകളുടെ ആഗ്രഹത്തിന് അവനെതിരാണ് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഏക ഭർത്താവിൻ്റെ ഏക ഭാര്യയായി കഴിയുന്നതിനുള്ള ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെ ആഗ്രഹത്തെ നിരസിക്കുന്ന തത്വശാസ്ത്രവും പഠിപ്പീരുമാണ് എതിർ ക്രിസ്തുവിൻ്റെ എന്നാണ്. ഇന്ന് ലോകത്തിൽ ആ പഠിപ്പീര് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ എവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ്റെ അധികാരിയായ പിശാചെന്നാണ്. മരണത്തിൻ്റെ അധികാരി എന്നവനെ പറയാൻ കാരണം, അവൻ കാരണമാണ് മനുഷ്യന് മരണം വന്നത്. ഈസ് ദ ഓഥർ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കാരണക്കാരൻ അവനാണ്. അതുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമായിരിക്കും ലോകം കാണാൻ പോകുന്ന ഏറ്റവും വിനാശകരമായ മരണം നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 14-ന്റെ 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നേരത്തെ ദാനിയേൽ പറഞ്ഞതുപോലെ, ഞാൻ സകല ജാതികളെ യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും. അത് വായനക്കാർക്ക്, എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇനി നിൽക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. 7 വർഷത്തേക്ക് അവൻ തൻ്റെ നിയമത്തെ പലരുമായും കഠിനമാക്കുന്ന കാര്യം ദാനിയേൽ 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലും, ഇനിയും താൻ ഉടമ്പടികളെ നൽകിയിട്ട് ഉടമ്പടികളെ ലംഘിക്കുന്നതിനെപ്പറ്റി ദാനിയേലിൻ 8-ന്റെ 25-ലും യെശയ്യാ പ്രവചനം 10-ന്റെ 20-ഉം 21-ലും ദാനിയേൽ 9-ന്റെ 22-ലും പറഞ്ഞിട്ടുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ലഘു വിശദീകരണമാണ് ഈ ക്ലാസ്സിൽ തന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.